ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുമല്ല നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്കായി, പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത് എന്നറിയത്തില്ല, ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ ഞെക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു പ്രൊഡക്ടിവിറ്റി വീഡിയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ലോസ്റ്റ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഞെക്കുന്ന ഒരു റീസെറ്റ് ബട്ടൺ ആണ്. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ളൊരു ചെറിയൊരു പ്രോസസ്സാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, പക്ഷെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹായ്, ഞാൻ ദീപ. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് എന്താ ഇപ്പൊ സംഭവിച്ചേക്കുന്നത്, നമ്മളാകെ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്. ക്ലാരിറ്റി വേണമെങ്കിൽ നമുക്ക് എന്താണ് ലൈഫിൽ വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് എഴുതുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതൊന്നും ഇപ്പോൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബുക്കോ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും എടുക്കുക. അതിൽ നമുക്ക് നമ്മൾ ചെയ്യണം എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും, അത് ഡ്രീംസ് ആയിക്കോട്ടെ, ഗോൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നതോ, അല്ലെ പഴയ ആഗ്രഹങ്ങളോ, അല്ലെ ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതെല്ലാം അങ്ങോട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് ആഗ്രഹമുള്ള കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. ബാക്കിയുള്ളവർ നമ്മളായി തീരണം എന്ന് കരുതുന്ന സംഭവങ്ങളല്ല എഴുതേണ്ടത്. ഇപ്പൊ എനിക്ക് ഒരാഗ്രഹമുണ്ട്, ഇപ്പൊ വിസിലടിക്കണം, നന്നായിട്ട് ചൂളം അടിക്കാനായിട്ട് പഠിക്കണം. അത് വളരെ സിമ്പിൾ ഒരു ആഗ്രഹമാണെങ്കിൽ പോലും അതിന് പ്രാക്ടീസ് ആവശ്യമാണ്, അല്ലേ? അല്ലെങ്കിൽ എനിക്കൊരു പാട്ട് പാടണം, എനിക്കൊരു ഡാൻസ് റീൽ ചെയ്യണം. ഞാൻ ഓൾറെഡി ഒരു ഡാൻസ് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യവും അവസാനമൊക്കെ ആയിട്ട്. അപ്പൊ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ തുടങ്ങിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ ഹെൽത്ത്, അല്ലെങ്കിൽ പുതിയൊരു ജോലി, അല്ലെങ്കിൽ പുതിയൊരു കരിയർ, എന്ത് വേണേ ആവാം, ഇതെല്ലാം അങ്ങോട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ലോസ്റ്റ് ആയി പോകുന്നതിന്റെ റീസൺ, നമ്മൾക്ക് ചുറ്റും ഒത്തിരി നോയ്സ് ഉണ്ട്. വേറെ ആൾക്കാർ എന്തുകൊണ്ട് നീ ഇങ്ങനെ ആയില്ല, അല്ലെങ്കിൽ എന്താ നീ ഇങ്ങനെ ആയി പോയത് എന്ന് ചോദിക്കുന്നത് തുടങ്ങിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ അവർ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊരു ചായ വന്നാൽ പിന്നെ ഞാനും അങ്ങനെ അങ്ങ് ആയിക്കായാം. അങ്ങനെയുള്ള ഒത്തിരി അധികം നോയ്സ് നമ്മുടെ ചുറ്റിലും ഉണ്ട്. പക്ഷെ അതിന് നമുക്കൊരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒരു ക്ലാരിറ്റിയാണ്, എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത്, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഡ്രീംസ് അല്ലെങ്കിൽ ഗോൾസ് അത് ലിസ്റ്റ് ചെയ്തത് അത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു 5 അല്ലെങ്കിൽ ഒരു 3 എടുത്തിട്ട് മാറ്റി വെക്കാം. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന, അതായത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നുള്ളതല്ല, നമുക്ക് ചെയ്താൽ സന്തോഷം തോന്നുന്ന, നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഏറ്റവും ആദ്യം എടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. എന്താ നമ്മൾ ഇപ്പോൾ എത്ര നാൾ കൊണ്ട് അച്ചീവ് ചെയ്യുന്നു എന്നുള്ള വലിയ രീതിയിലൊന്നും നമ്മൾ പോകണ്ട. ഈ അടുത്ത ആഴ്ചകളിൽ നമ്മൾ എന്താണ് അതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് ഒരു റിസൾട്ട് കാണുക എന്നുള്ളതിനേക്കാളും ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ടാസ്ക്കാണ് എടുക്കേണ്ടത്. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ജോലി രാജിവെച്ചത്. അതിനുശേഷം ഇനി എങ്ങോട്ട് തിരിയണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറേ നാളിരുന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അതിന്റെ തിരക്ക് കഴിഞ്ഞപ്പോൾ അതിന്റെ തിരക്കിന്റെ ഹാങ് ഓവർ തലയിലിരിക്കുന്നുണ്ട്, അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം എന്റെ കംപ്ലീറ്റ്ലി ഒരു മെന്റലി നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ കൂടെ ഒക്കെ പോകുമായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഈ ലിസ്റ്റ് എഴുതിയിട്ട് ഞാൻ ചെയ്തത്, അതിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് സന്തോഷം കിട്ടുന്ന, നമ്മുടെ മൈൻഡ് ഒന്ന് കാമാക്കാൻ പറ്റുന്ന ഗാർഡനിങ് ആണ് ഞാൻ ആദ്യം എടുത്തത്. ഈ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ചുമ്മാ ചെടി നടുക എന്ന് പറയുന്നല്ല, അതിനകത്തൊരു ക്ലീനിങ് പ്രോസസ് ഉണ്ട്. നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഓക്കെ നമ്മുടെ പുറത്ത് നമ്മുടെ പുറം മുറ്റമൊക്കെ മഹാവൃത്തിയായിട്ട് കിടക്കുകയാണ്, അപ്പൊ അതൊന്ന് ക്ലീൻ ആക്കണം, എന്നിട്ട് ശരിയാക്കണം, എന്നിട്ട് വിത്തെടുക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ഓരോ ദിവസം നമ്മളൊരു ഫിക്സഡ് ടൈമാണ് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു ഫിക്സഡ് ടൈമാണ് വെച്ചേക്കുന്നത്. പിള്ളേർ പോയതിനു ശേഷം ഒരു 9 to 10 ആണ് ഞാൻ ക്ലീനിങ്ങിനും ഗാർഡനിങ്ങിനും എല്ലാത്തിനും കൂടെ വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ ഇന്നിപ്പോ നട്ട് നാളെ എനിക്ക് വിളവെടുക്കണം അങ്ങനൊന്നുമില്ല. ആ പ്രോസസ്സാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ക്ലീനിങ് ഉണ്ടാവും, അതിനകത്ത് മണ്ണൊരുക്കുന്നുണ്ടാവും. ഇനി ഇതിനെപ്പറ്റി നമ്മൾ ഇത് നടുന്നെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം, ഇത് മണ്ണൊരുക്കുന്നതിന് എന്തൊക്കെയാണ് അതിന്റെ ബാക്കിൽ വേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. മണ്ണിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുനിഞ്ഞും നിവർന്നും ഒക്കെ നമ്മുടെ ബോഡിക്കും ഒരു മാറ്റമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അല്ലാതെ അതിനകത്തൊരു റിസൾട്ട് എനിക്ക് വേണമെന്നില്ല. ഇപ്പൊ ഞാനൊരു മാസം കഴിഞ്ഞത് നിർത്തിപ്പോയാലും ഐ ഡോണ്ട് റിഗ്രറ്റ്. കാരണം എനിക്ക് ആ ഒരു പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ തന്നെ പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം എടുത്ത ഗാർഡനിങ്. അപ്പൊ അത് ഭയങ്കര എൻജോയ് ചെയ്ത് ആദ്യത്തെ ഒരു 2 ആഴ്ച ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഗോള് എടുക്കാം.
ഓക്കെ. ഇപ്പൊ എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു എൻജോയ്മെന്റ് സംഭവമാണ്. നെക്സ്റ്റ് നമ്മൾ അപ്പൊ എന്താ നമുക്കൊരു കോൺഫിഡൻസ് ആവും. ഓക്കെ, നമ്മൾ ഒന്നും ചെയ്യാത്തതിൽ നിന്ന് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവത്തിൽ ഒരു സാധനം ഞാൻ ചെയ്തു തുടങ്ങാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി ചിന്തിക്കുന്നത്. നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഈ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഒരു 9 to 10 നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ കുറച്ച് നേരം പോയിട്ട് നിന്നാലും മതി. ഇപ്പം പറയത്തില്ല, എക്സസൈസിന് ജസ്റ്റ് ഷോയിങ് അപ്പ് ഇസ് ഇനഫ്. അതുപോലെ ജസ്റ്റ് നമ്മൾ പോയി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വന്നാലും അതൊരു അന്നത്തെ ടാസ്ക് ആയി എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. കോൺഫിഡൻസ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പയ്യെ കൺസിസ്റ്റൻസി ഉണ്ടായിക്കോളും. അപ്പൊ ഇതൊരു സാധനം സെറ്റായി. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഇനി കുറച്ചും കൂടെ ഇച്ചിരി കുറച്ചും കൂടെ ടഫാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എടുക്കാം. ഇപ്പൊ നമുക്ക് ഹെൽത്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ നമ്മൾ നോർമലി എന്തൊക്കെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ രീതി പോലെ കേട്ടോ. ഇപ്പൊ ഹെൽത്ത് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ ഫുഡ് കൺട്രോൾ വരുന്നുണ്ട്, സ്ട്രെച്ചിങ് വരുന്നുണ്ട്, എക്സസൈസ് വരുന്നുണ്ട്, ഡെയിലി റെഗുലർ ആയിട്ട് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് വരുന്നുണ്ട്. അപ്പൊ അതില് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിനൊക്കെ ഒരു ഇന്ന സമയം അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അതിന് പുറകെ വർക്ക് ചെയ്യാം. പയ്യെ അതും നമ്മുടെ ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കുക. ഇതെല്ലാം എന്താ വെച്ചാൽ ഓരോന്നും നമ്മുടെ ഡെയിലി റൂട്ടീന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടിരുന്നിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി പയ്യെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ അടുത്തതിനെയും കൂടെ കൊണ്ടുവന്ന്, ഇതിന്റെ അർത്ഥം നമ്മൾ പ്രഷറൈസ് ചെയ്യാന്നുള്ളതല്ല, നമ്മൾ അത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുക. പിന്നെ ഇതിന്റെ പ്രോസസ്സാണ് എൻജോയ് ചെയ്തതിന്റെ, ഇതിന്റെ റിസൾട്ട് അല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഓരോ ഗോൾസിനെയും സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി റൂട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരുന്നത് ഒരു ഡെയിലി റൂട്ടീനാണ്. അപ്പൊ അതൊരു നമ്മുടെ എനർജി, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മറ്റ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഡെയിലി റൂട്ടീൻ ഉണ്ടാക്കാൻ. ഇപ്പൊ ഒരു സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ എൻ്റെ ഒരു സാമ്പിൾ ഇത് പറയുകയാണെ 6 to 8 അല്ലെങ്കിൽ ഒരു 5 to 8 എന്ന് പറയുന്നത് എനിക്ക് രാവിലത്തെ എന്താണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും കുട്ടികളെ വിടാനുള്ളതും ഒക്കെയാണ്. പിന്നെ വന്നിട്ട് ഒരു 9 വരെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നെ 9 to 10 ആണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഗാർഡനിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എടുക്കുന്നത്. പിന്നെ 10 to 10:30 നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ 10:30 to ഒരു 12:31 വരെ നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഡീപ്പ് വർക്കിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ, അതിലേക്ക് പോവാണ്. അതിനുശേഷം ലഞ്ച്, കുറച്ച് റെസ്റ്റ്, പിന്നെ നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള സമയം. ഇത് എൻ്റെ റൂട്ടീനാണ്. ഇപ്പൊ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഇത് ഡിഫറെൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് നമ്മൾ റെസ്റ്റ് കൊടുത്ത് തന്നെ ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ലൈഫ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഒരു ഗോൾ മാത്രമായിരിക്കില്ലല്ലോ, പല കാര്യങ്ങൾ നമുക്ക് ഒരാഴ്ച ചെയ്യാനുണ്ടാവും. ഇപ്പൊ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ചെയ്യുന്ന കൂടാണ്ട് നമുക്ക് ഡീപ്പ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പൊ അത് ഇപ്പോൾ നമ്മൾ 10 to 12 ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതെങ്കിൽ അതിനൊരു വീക്ക്ലി ഷെഡ്യൂൾ സെപ്പറേറ്റ് ഉണ്ടാക്കും. മൺഡേ നമ്മൾ ഇതായിരിക്കും, ട്യൂസ്ഡേ നമ്മൾ ഇതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് നമുക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ചുമ്മാ പോയി ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് ഓക്കെ ഇന്ന ദിവസം ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇതിലേക്ക് പോകാം. നമ്മൾ നോർമലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നമ്മുടെ തലയിൽ തന്നെ കാണും. പക്ഷെ കംപ്ലീറ്റ്ലി ഒരു ഷെഡ്യൂൾ ചേഞ്ച് ഒക്കെ വന്ന് ഒരു വ്യത്യാസമായിട്ടുള്ളൊരു രീതിയിൽ നമുക്കൊന്ന് ഒരു സന്തോഷമൊക്കെ തോന്നണമെങ്കിൽ നമ്മൾ വേറൊരു ഷെഡ്യൂളിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കേട്ടോ, നമുക്ക് റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ എനർജി ലെവലും ഒക്കെ ബേസ് ചെയ്തിട്ട് പറ്റുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഈ ഷെഡ്യൂളിനകത്തേക്ക് വേണം നമ്മൾ അടുത്തടുത്തത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. പിന്നെ ഷെഡ്യൂൾ ഓവർ ക്രൗഡഡ് ആവരുത്, നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ റോബോട്ടിക് ആയിട്ട് പോലെ പരിപാടികൾ നടക്കരുത്. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു മീ ടൈം, ഒരു ഫ്രീ ടൈം, ഒരു ഫ്രീ ഡേ, ഒരു റെസ്റ്റ് ഡേ ഒക്കെ ഇതിനകത്ത് ഉണ്ടാവണം. അതുപോലെ എല്ലാ സൺഡേസ് അല്ലെങ്കിൽ സാറ്റർഡേസ് ആകുമ്പോൾ ഒരു റിവ്യൂവും കൂടെ നമ്മൾ നോക്കണം, എവിടം വരെ എത്തി എന്ന്, അല്ലെങ്കിൽ ഒരു ട്രാക്കിംഗ് പരിപാടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് ഉണ്ട്. ഇനിയുള്ളതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട്, ടു ഡു ലിസ്റ്റ്. അപ്പൊ ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ബുക്കൊന്നും വാങ്ങിക്കേണ്ട, അത് നമ്മളുടെ ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്താൽ മതി. എല്ലാ ദിവസവും തലേന്ന് വൺസ് നമ്മൾ ഈ ഡെയിലി റൂട്ടീൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, അപ്പോൾ എല്ലാ ദിവസവും തലേന്ന് നമ്മൾ ഈ ഡെയിലി റൂട്ടീൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഷെഡ്യൂൾ നോക്കിയിട്ട് നെക്സ്റ്റ് ഡേ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. തലേന്ന് തന്നെ ഉണ്ടാക്കണം. സോ രാവിലെ എണീറ്റ് ആദ്യമേ പോയിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യാൻ നമുക്ക് തോന്നില്ല. ആ ഒരു ലിസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഇപ്പൊ നാളെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഫോൺ സ്ക്രോൾ ചെയ്യത്തില്ല, കല്യാണത്തിന് ഒരുങ്ങി പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുത്താം. നമുക്കിപ്പോ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയിട്ട് നാളെ PT മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് PTA മീറ്റിംഗ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്, അല്ലെങ്കിൽ ഗ്രോസറീസ് റീഫിൽ ചെയ്യാനുണ്ട്, അത് തുടങ്ങിയിട്ട് നമ്മുടെ ഡീപ്പ് വർക്കിന്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് എഴുതി വെക്കാം.
ഓക്കെ, ഈ ടു ഡു ലിസ്റ്റ് കൂടാണ്ട് എല്ലാ ഞായറാഴ്ചയും നമ്മളൊരു വീക്ക്ലി ലിസ്റ്റ്, അതായത് നമ്മുടെ ഗോൾസിനെയും നമ്മുടെ ഡ്രീംസിനെയും നമ്മൾ ഓൾറെഡി വിചാരിച്ചു വെച്ചേക്കുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി വൈസ് എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് ഈ ആഴ്ച എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു 1-2 സാധനങ്ങളും കൂടെ നമുക്ക് വീക്ക്ലി ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ, അല്ലെങ്കിൽ ഈ വീക്കിൽ നമുക്ക് ചെയ്യേണ്ട, ഇപ്പോൾ ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഐഡിയ നമുക്ക് ആ ഒരു വീക്കിൽ കിട്ടും. അതും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ടു ഡു ലിസ്റ്റ്, ഡെയിലി ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി താനെ ഉണ്ടായിക്കോളും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാനില്ല, നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റാം, അത്രേ ഉള്ളൂ. എങ്ങാനും ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയാതൊരു ബോണസ് മാത്രമാണ്. അല്ലാതെ ഇത് നമ്മളെ പ്രഷറൈസ് ചെയ്യാനുള്ള ഒരു സാധനം, ഒരു പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റിനെ കൺസിഡർ ചെയ്യല്. നമുക്കൊരു ക്ലാരിറ്റി വരുത്താനും നമുക്കൊരു എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നൊരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ വേഗമായിട്ട് വായുവിൽ നിന്നും നമ്മൾ കണ്ടെടുത്തില്ലല്ലോ. അതിനുള്ളൊരു ടൂൾ മാത്രമാണ് ടു ഡു ലിസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുള്ള ഒരു ചെറിയ വില്ലനെ പരിചയപ്പെടാം, നമ്മുടെ ഫോൺ സ്ക്രോളിങ്. ഈ ഫോൺ സ്ക്രോളിങ് കാരണം തന്നെ പല കാര്യങ്ങളും നടക്കാതെ വരുന്നുണ്ട്, എനിക്ക് ഉൾപ്പെടെ. ഓക്കെ, ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് അത് നല്ലത്. ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്, ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനൊരു സംഭവം, എന്തിനാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്, എന്താണിത്, ഇതിപ്പോ നമ്മളൊരു കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനോ അല്ലെ പുതിയ കാര്യം പഠിക്കാനോ ആണെങ്കിൽ നമ്മളൊരു ലോങ് ഫോം വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ സ്ക്രോളിങ്ങിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊന്നും പഠിക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാറില്ല. ആ ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യം അടുത്ത റീല് മുന്നോട്ട് വരുമ്പോൾ നമ്മളത് മറന്നു പോകും. പക്ഷെ ലോങ് ഫോം കണ്ടന്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ചിലപ്പോൾ ബുക്കൊക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബുക്കൊക്കെ എടുത്ത് എഴുതിയിട്ടാണ് ചില വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നത്. കാരണം കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനല്ല, അല്ലാണ്ട് നമ്മൾ ഈ റീൽ സ്ക്രോളിങ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് കുറെ കഴിയുമ്പോൾ ഒരു ശൂന്യതയാണ്. അപ്പൊ കോൺഷ്യസ് ആയിട്ട് നമ്മൾ എന്തിനാണ് ഈ ഫോൺ എടുത്തത്, എന്തിനാണ് നമ്മൾ ഇത് എടുത്തത് എന്നുള്ള കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക, അല്ലെ അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഉള്ളത്, നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റീൽ സ്ക്രോൾ ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബോറടിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബോറടിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, എന്തെങ്കിലും ഞാൻ വിട്ടുപോയോ എന്നുള്ളൊരു ഇതുകൊണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ ഇൻഫർമേഷൻ എല്ലാം കിട്ടിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അല്ലാണ്ടേ നമുക്ക് ജീവിക്കാം. പക്ഷെ അത് നമ്മുടെ തലയിലോട്ട് കയറുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. ചുമ്മാ ഇരിക്കുമ്പോൾ, അല്ലെ ക്യൂ നിൽക്കുമ്പോൾ, അല്ലെ എവിടെയെങ്കിലും പോകുമ്പോൾ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പോലും ഫോൺ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുക. എന്താ അതിനകത്തുള്ള കണക്കാം, ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്ന കണക്കാം. അപ്പൊ കോൺഷ്യസ് ആയിട്ടിരിക്കുക. അത് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഇത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടോ, അല്ലെ ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് എന്തെങ്കിലും ഗുണം തരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ബോറടിക്കുമ്പോഴാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ബോറടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എന്തുണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, ആ ഒരു സംഭവത്തിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. സേ ഇപ്പൊ നമുക്ക് ബുക്ക് വായിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ ബുക്കിന്റെ പുറകെ പോകണ്ട. അല്ല പിന്നെ നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ ഫോട്ടോസ്, നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഒത്തിരി എടുത്തത് കാണുമല്ലോ. അപ്പൊ ആ ഫോണിലെ ഫോട്ടോസ് ഒക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. വേണേൽ ചിലതൊക്കെ നമുക്ക് പ്രിന്റ് എടുക്കാം, അതിന്റെ പരിപാടികളിൽ നോക്കാം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഷെൽഫ് ഒതുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു ഏരിയ നമുക്കൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവരാം, അല്ലെ അവിടെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ കൊണ്ടുവരാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ ലിസ്റ്റ് എഴുതി വെക്കാം. നമുക്ക് എപ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യാൻ തോന്നുന്നു അപ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു ലിസ്റ്റ് എഴുതി വെക്കുക, ചെയ്യാം. അതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഈ സ്ക്രോളിംഗ് നിർത്താൻ പറ്റില്ല. അല്ല കംപ്ലീറ്റ്ലി നമുക്ക് നിർത്താനുള്ള നമ്മളെ തന്നെ പണിഷ് ചെയ്യുന്നതാണൊക്കെ നമ്മൾ നിർത്തണ്ട. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്യാം. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സ്ക്രോൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ രാവിലെ തൊട്ട് നമ്മുടെ പണികളൊക്കെ തീർന്നൊന്ന് ഒതുങ്ങുന്നത് വരെ നമ്മൾ ഫോൺ നോക്കില്ല, അല്ലെ സ്ക്രോൾ ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് സ്ക്രോൾ ചെയ്യില്ല എന്നെങ്കിലും അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക. അത് കോൺഷ്യസ്ലി എടുക്കേണ്ട ഒരു എഫേർട്ടാണ്, നമുക്ക് ഒത്തിരി ഗുണം ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന, ഇപ്പൊ ഞാൻ കുറേയധികം വീഡിയോസും അല്ലെങ്കിൽ കുറേയധികം സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നതാണ്. അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അവർ പറയുന്നത്, ഈവൻ നമ്മളൊരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിട്ട് നമ്മൾ ബാക്കി ജോലികൾ ചെയ്യില്ലേ, അതുപോലും നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മൾ, ഇപ്പൊ ഞാൻ പണ്ട് തയ്ക്കുമ്പോൾ എപ്പോഴും സൈഡിൽ ഫോണിൽ സിനിമ റൺ ചെയ്തിട്ടായിരിക്കും ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലും നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ള കൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആണെന്നാ പറയുന്നത്. എനിക്കറിയില്ല അതിന്റെ എത്രത്തോളം അത് ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അതായത്
ഇപ്പൊ അടുക്കളയിലാണെങ്കിലും അല്ലാണ്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ഭയങ്കരമായിട്ട് തല യൂസ് ചെയ്യാതെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു നോയ്സ് ഒന്ന് ഒഴിവാക്കി നോക്കിയിട്ട് നമ്മൾ തന്നെ അത് ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയി ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറേ അധികം ചിന്തകൾ കയറി വരികയാണ്. ഓക്കെ, അതാണ് ആ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആ ചിന്തകളെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണ്. നമുക്ക് അതിൽ നിന്ന് കുറെ ക്ലാരിറ്റി കിട്ടുവാണ്. ഞാൻ എപ്പോഴും സൈഡിൽ ഒരു ബുക്കും പേനയും എടുത്തു വെച്ചേക്കും. അപ്പൊ എനിക്ക് ചില ഐഡിയാസ് കിട്ടുന്നതാണേലും ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവം നമ്മളിങ്ങനെ, അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ശരിക്കും കിട്ടുന്നത്. നമുക്ക് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐഡിയ കിട്ടും എന്ന് പറയത്തില്ലേ, അതുപോലെ അതായത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ നോയ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ ഒരു വീഡിയോ റൺ ചെയ്യുക, അതൊരു പോഡ്കാസ്റ്റ് കേൾക്കാണ്ട് പാട്ട് കേൾക്കാണ്ട് നമ്മളൊരു ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി നമ്മുടെ ലൈഫിനെ പറ്റി കിട്ടും. അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലായിരുന്നതുകൊണ്ടാണ്. പിന്നീട് നമുക്ക് TV ഓൺ ആക്കാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതായി, റേഡിയോ ഓൺ ആക്കാതെ ജോലി ചെയ്യാൻ പറ്റാണ്ടായി, ഇപ്പൊ യൂട്യൂബും പോഡ്കാസ്റ്റും സ്പോട്ടിഫൈ ഇല്ലാണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ടായി. അപ്പൊ അതിൽ നിന്ന് നമുക്കൊന്ന് തിരിച്ചു നടന്നു നോക്കാം, നമുക്ക് എന്താ ഗുണം കിട്ടുന്നതെന്നൊന്ന് റിയലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഒരു ട്രാക്കിംഗ് മെക്കാനിസവും കൂടെ നമ്മുടെ ഈ റീസെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രാക്കിംഗ് മെക്കാനിസം ആണ്. നമ്മളൊരു ഡെയിലി ട്രാക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ചോദ്യമേ ഉള്ളൂ. അതായത് ഇന്ന് ഞാൻ വിചാരിച്ച കാര്യം ചെയ്തോ ഇല്ലയോ, പിന്നെ ഹൗ ഡു ഐ ഫീൽ, റേറ്റ് ഇറ്റ് ഫ്രം 1 to 5. ഇത്രയേ ഉള്ളൂ ഡെയിലി ട്രാക്കിംഗ്. അതൊരു ബുക്ക് എടുക്കുക, ഒരു 2 കോളം വരയ്ക്കുക, മൺഡേ ടു സൺഡേ അല്ലെങ്കിൽ മൺഡേ ടു നെക്സ്റ്റ് മൺഡേ കോളം വരയ്ക്കുക, ജസ്റ്റ് റേറ്റ് ചെയ്യാം. പിന്നെ വീക്ക്ലി റേറ്റ് ചെയ്യേണ്ടത് ഈ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നോ, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലയോ, എന്താണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ 3 ചോദ്യം മാത്രം മതി ഒരു വീക്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ വൺസ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ അവെയർ ആയി കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് മനസ്സിലാവും. നമ്മൾ ചുമ്മാ ഇങ്ങനെ ചെയ്തു പോയിട്ട് കാര്യമില്ല, എല്ലാ കാര്യത്തിനും ഒരു ട്രാക്കിംഗ് വേണം. നമ്മളിപ്പോൾ ഹെൽത്തിന്റെ കേസിലാണെങ്കിൽ ഒരു ട്രാക്കിംഗ് വേണം. നമ്മൾ ഇപ്പം എനിക്കൊരു ബുക്ക് എഴുതണം, അതിന്റെ കേസിലാണെങ്കിലും എനിക്കൊരു ട്രാക്കിംഗ് വേണം. ഇന്നും ഞാൻ എത്ര പേജ് എഴുതി, വേണ്ടേ? ഗാർഡനിങ്ങിന്റെ കേസിലാണെങ്കിലും എനിക്കൊരു ട്രാക്കിംഗ് വേണം. ഞാൻ ഇന്ന് തുടങ്ങിയിട്ട് ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ എന്തോരം അച്ചീവ് ചെയ്തു. അപ്പൊ അത് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഉഴപ്പിയാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, അല്ലെ ഇത് എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ എന്നൊക്കെ ഒരു ട്രാക്കിംഗ് വന്ന ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരും. ഇതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മീ ടൈം ഉറപ്പായിട്ടുണ്ടാവണം. മീ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ എന്താണ് സ്കിൻ കെയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ജേർണലിംഗ് വരുന്നുണ്ട്, അല്ല ഒരു സിനിമ കാണാൻ പോകുന്നത്, ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നത്, നമുക്കായിട്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഒക്കെ ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചുമ്മാ ഇരിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന സംഭവം. ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്ന കോമ്പറ്റീഷൻ വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു റീൽ എങ്ങാണ്ട് കണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത് നമുക്ക് കുറച്ചും കൂടെ നമ്മളെ പറ്റി, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത്, നമ്മൾ ലോസ്റ്റ് ആവുന്നത്, നമ്മളെ പറ്റി നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളെന്താണ്, നമുക്ക് നമ്മളെ പറ്റി ക്ലാരിറ്റി ഉണ്ടാവണേ നമ്മൾ ആ നോയ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളൊന്ന് ചുമ്മാതിരിക്കാനായിട്ട് പഠിക്കണം. ആ ചുമ്മാതിരിക്കുന്ന ഒരു മീ ടൈമാണ്, നമ്മുടെ ഒരു മെയിൻ്റനൻസ് ടൈമാണത്. അപ്പൊ അതിൽ കുറച്ച് അധികം ഫോക്കസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ ലോസ്റ്റ് ആണെങ്കിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. എൻ്റെ റിസൾട്ടിനെ പറ്റി നമ്മളിപ്പോൾ ആലോചിക്കേണ്ട, പ്രോസസ്സ് എൻജോയ് ചെയ്യുക, അതിൽ കോൺഫിഡൻസ് കൊണ്ടുവരിക. സോ നിങ്ങൾ കൺസിസ്റ്റന്റ് ആവും. കൺസിസ്റ്റന്റ് ആയ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക്